ഒരു ഫോം ഡിസൈൻ ചെയ്യണം. ഓക്കെ, ഒരു ഫോം ഡിസൈൻ ചെയ്യണം. ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ പാരാമീറ്റേഴ്സ് ഒക്കെ എടുത്ത് കളയാണ്, അതൊന്നും വേണ്ട. എനിക്ക് ഇതാണ് എൻ്റെ ഒരു എന്താണ് ഒരു ഫോം എന്ന് വിചാരിക്കുക. എനിക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു ലേബൽ ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഫോമാണ് എനിക്ക് ചെയ്യേണ്ടത്. ശരി, ഇവിടെ വാല്യൂ എന്ന് പറയുന്നതാണ് ലേബൽ ഫീൽഡ്. അതിനുശേഷം ഞാനൊരു സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ സബ്മിറ്റ് ഞാനിവിടെ വാല്യൂ ഹലോ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ട് ഞാൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരണം? ഹലോ എന്ന് എഴുതി കാണിക്കണം. ഇവിടെ ഞാൻ 10 എന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 10 എന്ന് പറഞ്ഞ് എഴുതി കാണിക്കണം. ഓക്കെ, മനസ്സിലായോ? ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ലേബൽ എന്നാണ്. ഇതിനെ വിളിക്കുന്നത് ടെക്സ്റ്റ് ഫീൽഡ് എന്നാണ്. ടെക്സ്റ്റ് ഫീൽഡ്, അതായത് വാല്യൂ നമുക്ക് യൂസറിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെങ്കിൽ അതിനെ വിളിക്കുന്നത് എന്താണ്? ടെക്സ്റ്റ് ഫീൽഡ് എന്നാണ്. ഈ ഒരു കാര്യത്തിനെ വിളിക്കുന്നത് ബട്ടൺ എന്നാണ്. ഇവിടെ നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫീൽഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലേബൽ യൂസ് ചെയ്യാം. ഞാൻ ലേബലാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത്. ഒരു ലേബൽ വേണം, ഒരു ടെക്സ്റ്റ് ഫീൽഡ് വേണം, പിന്നെ ഒരു ബട്ടൺ വേണം, പിന്നെ വേറൊരു ലേബലിനകത്ത് എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം, വാല്യൂസ് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത്. സോ അത് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഒരു ആപ്ലെറ്റ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക, ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എനിക്ക് എത്ര ലേബൽ വേണം? ലേബൽ ഞാൻ 2 എണ്ണം എടുക്കുന്നു. L1 എടുക്കുന്നു, L2 എടുക്കുന്നു. അപ്പൊ ഈ ലേബൽ എന്ന് പറയുന്ന കാര്യം എല്ലാം ഏതിനകത്ത് കിടപ്പുണ്ട്? java.awt.starനകത്ത് ലേബൽ കിടപ്പുണ്ട്, ബട്ടൺ കിടപ്പുണ്ട്, ടെക്സ്റ്റ് ഫീൽഡ് എല്ലാം ഏതിനകത്ത് കിടപ്പുണ്ട്? java.aw.starനകത്ത് കിടപ്പുണ്ട്. ഇനി എനിക്ക് എന്ത് വേണം? ഒരു ബട്ടൺ വേണം, പിന്നെ ഒരു ടെക്സ്റ്റ് ഫീൽഡും വേണം, T1. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ലേബൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? വാല്യൂ എന്ന് പറഞ്ഞൊരു കാര്യം വാങ്ങിക്കാൻ വേണ്ടി. ഇതെന്ന് പറയുന്നത് റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി, റിസൾട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമുക്ക് 2 ടെക്സ്റ്റ് ഫീൽഡും കൂടെ എടുക്കാം. നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ദാറ്റ് ഈസ് റിസൾട്ടിന്റെ അകത്ത് 10 വരും. ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താണോ വരുന്നത് അത് ഇവിടെ വരും. അപ്പൊ ഇതെന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫീൽഡ് ആയിട്ട് ഞാൻ എടുക്കും. ഇത് ലേബൽ. ഇപ്പൊ ടോട്ടൽ എത്ര കമ്പോണന്റ് ഉണ്ട്? 2 ലേബൽ ഉണ്ട്, 2 ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കാം. ശരി, പ്രൈവറ്റ് ടെക്സ്റ്റ് ഫീൽഡ് T2. അപ്പൊ ഇത് വാല്യൂ എൻട്രി ചെയ്യാൻ, ഇത് റിസൾട്ട് ഷോ ചെയ്യാം, ഇത് സബ്മിറ്റ് ബട്ടൺ. ഓക്കെ, നൗ ഞാൻ എന്ത് ചെയ്യാണ്? നമ്മുടെ സ്റ്റാർട്ടോ അല്ലെങ്കിൽ ഇനിറ്റിലോ ഞാൻ ഇതിന്റെ എല്ലാം ഓരോ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇതിപ്പോ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇനി അതിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ലേബലിന്റെ ഒബ്ജക്റ്റ് ന്യൂ ലേബൽ. ആ ലേബലിന്റെ പേരെന്താണെന്ന് പറയാം. ഫസ്റ്റ് L1ന്റെ പേരെന്താണ്? വാല്യൂ. L2ന്റെ പേരെന്താണ്? L2 എന്ന് പറയുന്നത് എന്താണ്? റിസൾട്ട് ഷോ ചെയ്യാൻ വേണ്ടിയുള്ളത്. സോ L2ന്റെ പേരെന്ന് പറയുന്നത് ന്യൂ റിസൾട്ട്. ഇനി അടുത്തത് ബട്ടൺ അല്ലേ വേണ്ടത്? സോ ന്യൂ ബട്ടൺ. ബട്ടണിന്റെ പേരെന്ന് പറയുന്നത് സബ്മിറ്റ്.
ഇനി എനിക്ക് t1 ഈക്വൽ ടു ന്യൂ ടെക്സ്റ്റ് ഫീൽഡ് പറഞ്ഞു കൊടുക്കുക. ടെക്സ്റ്റ് ഫീൽഡിന്റെ അകത്ത് ഒരു വാല്യൂ എൻ്റർ ചെയ്യണ്ട. സോ ന്യൂ ടെക്സ്റ്റ് ഫീൽഡ്, t2ഉം ന്യൂ ടെക്സ്റ്റ് ഫീൽഡ്. ഇനിഷ്യലി അപ്പോൾ അത് ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഇത്രയും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യം ഞാൻ എന്ത് ചെയ്തു, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അതിന്റെ ഓരോന്നിന്റെയും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? എറർ ഒന്നുമില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ? ലേബൽ ഫീൽഡ് എഴുതി, ബട്ടൺ ചെയ്തു, ടെക്സ്റ്റ് ഫീൽഡ് ചെയ്തു, എല്ലാം ഞാൻ എഴുതിയെങ്കിലും എനിക്ക് ഈ ആപ്ലെറ്റിനകത്ത് എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം എനിക്ക് കമ്പോണൻസിനെ കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ആഡ് കമ്പോണൻസ് ടു ദ കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ആപ്ലെറ്റിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം? ഈ കമ്പോണൻസിനെ ആഡ് ചെയ്യണം. സോ ഞാൻ ആഡ് L1. അപ്പോൾ L1 എന്ന് പറയുന്ന ആളിനെ ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് L1 വന്നോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് കമ്പയർ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ വാല്യൂ വന്നു. മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വാല്യൂ വന്നു. അപ്പോൾ അത് കുറച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, നേരത്തെ പോലെ ഒരു ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് ആവശ്യമൊന്നുമില്ല. ഫോണ്ടിന്റെ കോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. ഇത് നിങ്ങൾക്ക് കുറച്ച് കാണാൻ വേണ്ടി ആണ് ഞാൻ അത് ചെയ്യുന്നത്. font.plain ആണ് ഞാൻ കൊടുക്കുന്നത്. സോ 20 കൊടുക്കുന്നു. സെറ്റ് ഫോണ്ട് എന്ന് പറയുന്നത് F1 ആയി കൊടുക്കും. Okay. Now I am going to recompile again. റൺ ചെയ്യാണ്. അപ്പോൾ വാല്യൂ കാണാൻ പറ്റി നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ L1 എന്ന് പറഞ്ഞ ലേബൽ വന്നു. നൗ നിങ്ങൾക്ക് അടുത്തത് ഞാൻ L2 ഇട്ടു, then B1 ഇട്ടു, then T1 ഇട്ടു, then add T2 ഇട്ടു. അപ്പോൾ എല്ലാ ആൾക്കാരെയും ഞാൻ കോണ്ടെക്സ്റ്റിലേക്ക് ആഡ് ചെയ്തു. Now I am going to compile again. ഒന്നും കൂടെ കമ്പൈൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നോക്കിയേ. ആദ്യം L1 വന്നു, പിന്നെ L2 വന്നു, പിന്നെ B1 വന്നു, പിന്നെ 2 ടെക്സ്റ്റ് ബോക്സ് വന്നു. പക്ഷെ ഇങ്ങനെയാണോ എനിക്ക് വരേണ്ടത്? ആദ്യം നമ്മൾ ഡിസൈൻ അനുസരിച്ച് ആദ്യം എന്ത് വരണം? വാല്യൂ വരണം, പിന്നെ അത് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് വരണം, പിന്നെ സബ്മിറ്റ് വരണം. അങ്ങനെയാണ്, ഒരു ഓർഡറിലാണ് വരേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഓർഡറിൽ ആഡ് ചെയ്യുന്നു അതേ ഓർഡറിലേ വരുള്ളൂ. അപ്പോൾ L1 കഴിഞ്ഞിട്ട് ഞാൻ L2 ആഡ് ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ ഇത് വന്നത്. സോ L1 കഴിഞ്ഞ് എനിക്ക് T1 വരണം എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? T1 ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ വരേണ്ടത്? സബ്മിറ്റ് ബട്ടൺ ആണ് വരേണ്ടത്. എങ്കിൽ അത് ചെയ്യുക. ദെൻ എനിക്ക് എന്ത് വരണം? L2 വരണം, B2 വരണം. അപ്പോൾ ആദ്യം വാല്യൂ വന്നു, അത് കഴിഞ്ഞിട്ട് അത് എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ബോക്സ് വന്നു, അത് കഴിഞ്ഞിട്ട് എനിക്ക് ബട്ടൺ വന്നു, പിന്നെ ലേബൽ വന്നു, പിന്നെ ടെക്സ്റ്റ് ബോക്സ് വന്നു. നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം. ശരി. ഇപ്പൊ ഇവിടെ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇതിലെത്തി, നമുക്ക് ഒരു ഫ്രെയിം വർക്ക് ആയി. പക്ഷെ ഈ ടെക്സ്റ്റ് ബോക്സിന്റെ നീളമൊക്കെ കറക്റ്റ് ആക്കണം. പിന്നെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? ആദ്യത്തെ ലൈനിൽ
വാല്യൂവും ടെക്സ്റ്റ് ഫീൽഡും മാത്രമേ വരാവൂ. പിന്നെ അടുത്ത ലൈനിലാണ് സബ്മിറ്റ് വരേണ്ടത്, അടുത്ത ലൈനിലാണ് റിസൾട്ട് വരേണ്ടത്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യം കൂടെ ആഡ് ചെയ്യണം. ഒന്ന്, ഓരോന്നിൻ്റെയും സ്ഥലം എവിടെയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി സെറ്റ് ബൗൺസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. സെറ്റ് ബൗൺസ് എന്ന് പറയുന്നത് ഓരോ കമ്പോണന്റിന്റെയും ലൊക്കേഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞാൻ പറയുന്നു, ഈ ടെക്സ്റ്റ് ഫീൽഡ് 100 ഒരു 100 40 മാറി, അതായത് 140 എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഒരു ടെക്സ്റ്റ് ഫീൽഡ് വരണം. ടെക്സ്റ്റ് ഫീൽഡിന്റെ വിഡ്ത്തും ഹൈറ്റും ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു 60 ആയിക്കോട്ടെ, ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 30. അപ്പോൾ ടെക്സ്റ്റ് ഫീൽഡ് ഈ ഒരു ഇത് കഴിഞ്ഞിട്ടല്ലേ വരേണ്ടത്. അപ്പോൾ T1 വരേണ്ടത് എവിടെയാണ്? T1 വരേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ കാര്യം കഴിഞ്ഞിട്ടാണ് വരേണ്ടത്. അപ്പോൾ 100 തൊട്ട് തുടങ്ങി വിഡ്ത്ത് എന്ന് പറയുന്നത് 60. അപ്പോൾ 160 വരെ ആരുണ്ട്? L1 ഉണ്ട്. അപ്പോൾ 160 കഴിഞ്ഞിട്ട് വേണം ഒരു ലൊക്കേഷനാണ് ആര് സ്റ്റാർട്ട് ചെയ്യാൻ? ഇവൻ സ്റ്റാർട്ട് ചെയ്യാൻ. സോ 180 എന്ന് പറഞ്ഞു കൊടുത്തു. 180 40 60. ശരി, ഇത്രയും കാര്യങ്ങൾ വന്നു. ഇനി അടുത്തത് ബട്ടൺ വരേണ്ടത് എന്താണ്? തൊട്ട് താഴെ ഇനി ബട്ടൺ ആണ് വരേണ്ടത്. അപ്പൊ ബട്ടന്റെ സെറ്റ് ബൗൺസ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് താഴെ ആയിരിക്കണം. അതായത് ഈ ഒരു ലൊക്കേഷന് താഴെ ആയിരിക്കണം. അപ്പൊ ഈ ലൊക്കേഷന് താഴെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൂടുന്നത്? Y ആക്സിസ് കൂടണം. അപ്പൊ Y എന്ന് പറയുന്നത് ഈ ലേബലിന് എത്രയാണ് ഹൈറ്റ് ഉള്ളത്? 30 ആണ്. അപ്പൊ 130 അല്ലെങ്കിൽ 40 പ്ലസ് 30 കൂട്ടി ഉള്ള ഒരു ലൊക്കേഷൻ ആണ് വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്തു പോകും. അപ്പൊ ഞാൻ പറയുന്നു ഒരു 180 പറഞ്ഞു കൊടുത്തു. 40 പ്ലസ് ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 70 കിട്ടും. 70യെ കാട്ടി കുറച്ചും കൂടെ താഴെയുള്ള ഒരു ഏരിയയാണ് ഞാൻ കൊടുക്കുന്നത്. 80 90 ഇട്ടാലും തെറ്റൊന്നുമില്ല, 90. ദെൻ അതേപോലെ ഞാൻ എന്ത് കൊടുത്തു? ഒരു സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 60-30 കൊടുത്തു. 60-30 കൊടുത്തു. നമുക്കിത് മാറ്റാൻ വേണമെങ്കിൽ, നമുക്ക് ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വന്നിട്ട് മാറ്റാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നിൽക്കട്ടെ, ബാക്കി രണ്ടെണ്ണം നമുക്ക് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് മാറ്റാം. ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം. സെറ്റ് ലേ ഔട്ട് എന്ന് പറയുന്നത് നള്ളാക്കി വെക്കുക. ഒരു ലേ ഔട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സെറ്റ് ലേ ഔട്ട് നള്ളാക്കി വെക്കണം. അതായത് ആപ്ലെറ്റിന്റെ ലേ ഔട്ട് നള്ളാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ സെറ്റ് ബൗൺസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സെറ്റ് ബൗൺസ് യൂസ് ചെയ്യണമെങ്കിൽ സെറ്റ് ലേ ഔട്ട് എന്ന് പറയുന്നത്, അതായത് ആപ്ലെറ്റിന്റെ ലേ ഔട്ട് എന്ന് പറയുന്നത് എന്താക്കി വെക്കുക? നള്ളാക്കി വെക്കുക. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ കണ്ടോ, വാല്യൂ കഴിഞ്ഞ് കുറച്ച് സ്പേസ് കഴിഞ്ഞ് എന്ത് വന്നു? ടെക്സ്റ്റ് ബോക്സ് വന്നു. തൊട്ട് താഴെ സബ്മിറ്റ് വന്നു. അപ്പൊ സബ്മിറ്റ് ഒക്കെ അങ്ങ് ഖനം പിടിച്ചങ്ങ് നിൽക്കുകയാണ്. അതായത് കറക്റ്റ് ആ പൊസിഷനിൽ വന്ന് നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ സൈസ് ഞാനൊന്ന് കുറച്ചും കൂടെ കൂട്ടുകയാണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാനാണെങ്കിൽ 100 ആക്കി കൊടുക്കുകയാണ്. അതേപോലെ എല്ലാത്തിന്റെയും വിഡ്ത്ത് നമുക്കൊന്ന് അതായത് ടെക്സ്റ്റ് ബോക്സിന്റെയും കുറച്ചും കൂടെ വിഡ്ത്ത് കൊടുക്കാം. അപ്പൊ ഇനി അടുത്തത് L2 ആണ്. L2 എന്ന് പറയുന്നത് 120 ഹൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലമാണ് കൊടുക്കേണ്ടത്. സെറ്റ് ബൗൺസ് 100 120 കഴിഞ്ഞിട്ട് 130 നമുക്ക് കൊടുക്കാം. 60 and 30. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്പേസ് ആണ് ആർക്ക് കൊടുക്കേണ്ടത്? T2 കൊടുക്കേണ്ടത്. T2 ഡോട്ട് സെറ്റ് ബൗൺസ് 180 40 100 40 അല്ല, ഏതാണ്? ഇതേ ഹൈറ്റ് ആണ് കൊടുക്കുന്നത്. T2 130 30. അപ്പൊ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ കുറച്ചും കൂടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് തോന്നുന്നുണ്ടല്ലേ. ഈ സബ്മിറ്റ് കഴിഞ്ഞിട്ട് റിസൾട്ടിന്റെ കുറച്ചും കൂടെ സ്പേസ് ഉണ്ടെങ്കിൽ ഒരു കാണാൻ കുറച്ചും കൂടെ രസം കാണുമെന്ന് പറഞ്ഞ് തോന്നുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഹൈറ്റ് 130 എന്ന് പറയുന്നത് 150 ആക്കി കൊടുക്കുന്നു. 130 എന്ന് പറയുന്നത് 150 ആക്കി കൊടുക്കുന്നു. എന്നിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മാറ്റി വെക്കാം. ഓക്കെ, ഇത് കറക്റ്റ് ആയി. ഇനി എനിക്ക് സബ്മിറ്റ് ഇവിടെ അല്ല നടുക്ക് വന്നാൽ കുറച്ചും കൂടെ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞത് തോന്നുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ എക്സ് ആക്സിസ് കുറച്ചും കൂടെ കൂട്ടി കൊടുത്താൽ മതി.
സോ ബട്ടന്റെ എക്സ് ആക്സിസ് 100 ആണ് ഇപ്പൊ കിടക്കുന്നത്. സോ 120 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ 120 എന്ന് പറഞ്ഞ് കൊടുത്തു. ശരി, 120 നോക്കി നോക്കാം. 120 ഇച്ചിരിയും കൂടെ പോയാൽ കുറച്ചും കൂടെ കൊള്ളാം. ശരി, 150 ആക്കി കൊടുക്കുന്നു. ശരി, ഇപ്പൊ കറക്റ്റ് ആയി. ഇതാണ് നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഡിസൈനിനകത്ത് നമുക്ക് എന്തൊക്കെ വന്നു? ഫോണ്ട് മാൻഡേറ്ററി അല്ല, ഇത്രയും കാര്യങ്ങൾ. അതായത് ഈ ഒരു സെറ്റ് ബൗൺസ് എന്ന് പറയുന്ന കാര്യം മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു ആഡ് ഒരു ആപ്ലെറ്റ് ക്ലാസ് എഴുതുക ടു പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്നേ ചോദിക്കത്തുള്ളൂ. അല്ലാതെ ഒരു ഡിസൈൻ തന്നിട്ട് അതേപോലെ ഡിസൈൻ ചെയ്ത് കാണിക്കാനൊന്നും ചോദിക്കത്തില്ല. സോ നമുക്ക് എന്താണ്, നമുക്ക് ഇത്രയും കോഡായിരുന്നാലും നേരത്തെ ചെയ്ത പോലെ ആഡ് മാത്രം എഴുതിയാലും മതി. നമ്മൾ ആദ്യം ചെയ്ത പോലെ ഈ സെറ്റ് ഇത്രയും കോഡില്ലാതെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് മാത്രം എഴുതിയാലും മതി. ആഡ് മാത്രം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും ആൻസർ കറക്റ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് പ്രോഗ്രാമും കൂടെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ സെറ്റ് ബൗൺസിന്റെ കാര്യം കൂടെ. ഒരു ഡിസൈൻ തന്നു കഴിഞ്ഞാൽ ആ ഡിസൈൻ പോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ അത് ഡിസൈൻ ചെയ്യാൻ പറ്റും, ഒരു പേജ് ആപ്ലെറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സെറ്റ് ആപ്ലെറ്റും സെറ്റ് ബൗൺസും സെറ്റ് ലേ ഔട്ടും എന്ന കാര്യം കൂടെ പറഞ്ഞു തന്നത്. ഓക്കെ, ഇതില്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? ഒറ്റ ലൈനിൽ തന്നെ ഇരിക്കും. അതും തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അതില്ലാതെ തന്നെ എഴുതിയാലും മതി. ഇനി ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ സെറ്റ് ബൗൺസ് എന്ന് പറയുന്ന സാധനം ഇതിനകത്തുള്ള കറക്റ്റ് വാല്യൂവിനെ പരീക്ഷയ്ക്ക് എഴുതുന്നു. ഇല്ല, നിങ്ങൾക്ക് 4 പാരാമീറ്റർ മാത്രം എഴുതിയാൽ മതി, അത് കറക്റ്റ് ആണ്. 4 പാരാമീറ്റർ അത് എവിടെ വരും എന്നുള്ള ഒരു ലൊക്കേഷൻ ഒക്കെ നമുക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് അത് കറക്റ്റ് ആക്കി ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞായിരുന്നു ഇത്? ഈ സെറ്റ് ബൗൺസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. സെറ്റ് ബൗൺസിന്റെ കാര്യം പറഞ്ഞില്ല. ശരി, ഓക്കെ. അപ്പോ മറ്റേതെന്ന് പറയുമ്പോൾ ഒറ്റ ലൈനിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള പൊസിഷനിൽ നമുക്ക് കൊണ്ട് വയ്ക്കാൻ പറ്റും. ഓക്കെ, അതാണ് സെറ്റ് ബൗൺസിന്റെ അഡ്വാൻറ്റേജ്. നൗ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് റൺ ചെയ്യാണ്. ഞാനൊന്ന് അതേ കോഡൊന്ന് റൺ ചെയ്യാണ്. ഞാനാണെങ്കിൽ ആ സെറ്റ് ബൗൺസും കൂടെ ഇട്ട് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മൾ ചെയ്തതല്ലേ. സെറ്റ് ബൗൺസും കൂടെ ഇട്ട് ഞാനൊന്ന് റൺ ചെയ്യാം. ഇപ്പോൾ സെറ്റ് ബൗൺസ് ഞാനാണെങ്കിൽ ഇവിടെ 20 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തു. അപ്പൊ ഞാൻ സബ്മിറ്റ് അടിക്കുമ്പോൾ എനിക്ക് എന്ത് വേണം? 20 വരണം. 20 വന്നോ? ഇല്ല. ഞാൻ സബ്മിറ്റ് അടിക്കുന്നുണ്ട്, പക്ഷെ 20 വരുന്നില്ല. അപ്പോൾ വെറുതെ അത് 20 വരില്ല. നമ്മൾ അതിന്റെ കോഡ് വല്ലതും എഴുതിയോ? ഇല്ല, കോഡ് എഴുതിയില്ല. അപ്പോ ഫസ്റ്റ് എന്ത് വേണം? ഞാൻ സബ്മിറ്റ് അടിച്ചു എന്ന് പറഞ്ഞ് ആപ്ലെറ്റിന് മനസ്സിലാവണം. ഓക്കെ, അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പൊ ആരെങ്കിലും ഒരാള് ഈ സബ്മിറ്റ് അടിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യാൻ വേണ്ടി വേണം. അതിനു വേണ്ടി നമ്മളുടെ ഒരു ഇന്റർഫേസ് ഉണ്ട്. ആ ഇന്റർഫേസിന്റെ പേരെന്ന് പറയുന്നത് ആക്ഷൻ ലിസ്ണർ ആണ്. അപ്പൊ ആക്ഷൻ ലിസ്ണർ ആയതുകൊണ്ട് ആക്ഷൻ ലിസ്ണർ ഒരു എന്താണ്, ആ ഒരു ആളെന്ന് പറയുന്നത് ഒരു ഇന്റർഫേസ് ആയതുകൊണ്ടാണ് ഇംപ്ലിമെന്റ്സ് എന്ന് നമ്മൾ എഴുതിയത്. ഇംപ്ലിമെന്റ്സ് എന്ന് എഴുതാൻ കാരണം എന്താണ്? ആക്ഷൻ ലിസ്ണർ ഈസ് എ ഇന്റർഫേസ്. ഇനി ആക്ഷൻ ലിസ്ണർ ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ ഞാനൊരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. java.aw.event.star. ഇതിന്റെ അകത്താണ് എന്ത് കിടക്കുന്നത്? ആക്ഷൻ ലിസ്ണർ കിടക്കുന്നത്. ശരി, ഞാനിത് ഒന്ന് റൺ ചെയ്യാണ്. ഓക്കെ, ഇതൊന്ന് കമ്പൈൽ ചെയ്യാണ്. അപ്പോ ഈ എറർ മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എറർ മെസ്സേജ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ഷൻ ലിസ്ണർ എന്ന് പറയുന്നത് ഒരു ഇന്റർഫേസ് ആണ്. ഇന്റർഫേസിന്റെ അകത്ത് ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷന്റെ പേരെന്ന് പറയുന്നത് ആക്ഷൻ പെർഫോംഡ് ആക്ഷൻ ഇവന്റ് ആണ്. ഇങ്ങനെ പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആക്ഷൻ ലിസ്ണർ എന്ന് പറഞ്ഞൊരു ക്ലാസ്സിനെ, ഒരു ഇന്റർഫേസിനെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് ആക്ഷൻ പെർഫോംഡ് എന്ന് പറഞ്ഞൊരു കാര്യം എഴുതണം.
ആക്ഷൻ പെർഫോംഡ് എന്ന് പറഞ്ഞൊരു കാര്യം എഴുതണം. പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ്, ആക്ഷൻ പെർഫോംഡ് ഇ. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ എറർ മാറി കിട്ടും. ശരി, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എറർ മാറിയല്ലോ. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? എവിടെയെങ്കിലും നിങ്ങൾ ആക്ഷൻ ലിസ്ണർ എന്ന് പറഞ്ഞൊരു ഇന്റർഫേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ then you should add a function called public void action performed. ഓക്കെ, അതിനകത്താണ് നമുക്ക് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്, അതായത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എഴുതേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. സബ്മിറ്റ് ബട്ടൺ എഴുതുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം ഒന്ന് ഫൈനലൈസ് ചെയ്യാം. അതായത് ഈ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ഫീൽഡിൽ കിടക്കുന്ന സാധനം ഇങ്ങോട്ടേക്ക് വരണം അല്ലേ? ഇതെന്ന് പറയുന്ന T1 ആണ്, ഇത് T2 ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം പ്രോഗ്രാം എഴുതേണ്ടത് എങ്ങനെയാണ്. T1 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സ്, T1 എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ്, അതിന്റെ അകത്തുള്ള ടെക്സ്റ്റ് അതെങ്ങനെ ഗെറ്റ് ചെയ്യാൻ പറ്റും? ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. T1 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ബോക്സിനകത്ത്, ടെക്സ്റ്റ് ഫീൽഡിനകത്ത് കിടക്കുന്ന കണ്ടന്റിനെ എനിക്ക് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്തു. ആ കണ്ടന്റ് എന്താക്കി മാറ്റുക? T2ന്റെ കണ്ടന്റ് ആക്കി സെറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് T2 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. ഇത് വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? T1ന്റെ ടെക്സ്റ്റ് കാണിച്ചു, അത് ആരുടെ ടെക്സ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തു? T2ന്റെ ടെക്സ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, അത് ഞാൻ വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പായിട്ട് ഞാൻ എഴുതാം. ഒരു സ്ട്രിങ് ആണ്, നമുക്ക് എപ്പോഴും സ്ട്രിങ് ആയിട്ടാണ് കിട്ടുന്നത്. T1 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. ഓക്കെ, ആ സാധനത്തിനെ, ആ എസ് എന്ന് പറയുന്ന സാധനത്തിനെ ഞാൻ ആരുടെ ടെക്സ്റ്റ് ആക്കി മാറ്റണം? T2ന്റെ ടെക്സ്റ്റ് ആക്കി മാറ്റണം. സോ യെസ്. ശരി, ഞാനൊന്ന് കമ്പൈൽ ചെയ്യാണ്. എററൊന്നുമില്ല, റൺ ചെയ്യാണ്. 20 അടിച്ചു, അല്ലെങ്കിൽ ഹലോ അടിച്ചു, സബ്മിറ്റ് കൊടുത്തു. വരുന്നുണ്ടോ? ആൻസർ വരില്ല. അതിന് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനും കൂടെ നമ്മൾ പറയണം. ഞാൻ ഈ കാര്യത്തിലേക്ക്, ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് ഞാൻ ആരെ കൊണ്ടുവന്നു? ആക്ഷൻ ലിസ്ണറിനെ കൊണ്ടുവന്നു. പക്ഷേ ആക്ഷൻ ലിസ്ണർ ആരെയാണ് ലിസൺ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അതും കൂടെ പറഞ്ഞു കൊടുക്കണം. ആഡ് ആക്ഷൻ, ആഡ് ടു ആക്ഷൻ ലിസ്ണർ, ആഡ് ടു ആക്ഷൻ ലിസ്ണർ. അപ്പോൾ ഞാൻ ആരെയാണ് ലിസൺ ചെയ്യേണ്ടത്? ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ടോന്നല്ലേ ഞാൻ നോക്കേണ്ടത്. അപ്പൊ ഞാനാണെങ്കിൽ പറയുന്നു B1 ഡോട്ട് ആഡ് ആക്ഷൻ ലിസ്ണർ. B1നെ എങ്ങോട്ടേക്ക്? ആക്ഷൻ, ഈ ഒരു കോണ്ടെക്സ്റ്റിനകത്തുള്ള ആക്ഷൻ ലിസ്ണറിലേക്ക് ആഡ് ചെയ്യുക. അതിനെയാണ് ദിസ്, ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നതിനെയാണ് ദിസ് എന്ന് വിളിക്കുന്നത്. ഈ കോണ്ടെക്സ്റ്റിലെ ആക്ഷൻ ലിസ്ണറിലേക്ക് B1നെ ആഡ് ചെയ്യുക. അതാണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത്. B1 ഡോട്ട് ആക്ഷൻ ലിസ്ണർ ഓഫ് ദിസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കും. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ഷൻ പെർഫോംഡ് വിളിക്കും. ആക്ഷൻ പെർഫോംഡ് വിളിക്കുമ്പോൾ ആക്ഷൻ പെർഫോംഡിനകത്ത് കിടക്കുന്ന കോഡ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഇനിയിപ്പോൾ ആരെങ്കിലും B1നെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നേരെ ഏത് ഫംഗ്ഷനിലേക്ക് പോകും? ആക്ഷൻ പെർഫോംഡിലേക്ക് പോകും. എന്നിട്ട് ആക്ഷൻ പെർഫോംഡിനകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജാവ സി ടെസ്റ്റ് ഡോട്ട് ജാവ. ഞാനിവിടെ ഹലോ എടുത്തു, സബ്മിറ്റ് കൊടുത്തു. റിസൾട്ടിന്റെ വാല്യൂ എന്തായി മാറി? ഹലോ ആയിട്ട് മാറി. ഞാനിവിടെ 20 കൊടുത്തു, അല്ലെങ്കിൽ 20 കൊടുത്തു, അത് 20 ആയിട്ട് മാറി. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇതുവരെ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അത് അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സാധാരണ കമ്പോണന്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എക്സ്റ്റെൻസ് ആപ്ലെറ്റ് ആക്ഷൻ ലിസ്ണർ ഒന്നും ഇല്ലായിരുന്നു. ആക്ഷൻ ലിസ്ണറിനെ ഞാൻ എന്തിനാ കൊണ്ടുവരുന്നത്?
എന്തെങ്കിലും ഒരു ക്ലിക്ക്, ബട്ടൺ ക്ലിക്ക്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആക്ഷൻ ലിസ്ണർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഡിസൈൻ ആണ് ചെയ്തത്. എനിക്ക് എന്ത് മനസ്സിലായി, എനിക്ക് 2 ലേബലും 2 ടെക്സ്റ്റ് ഫീൽഡും ഒരു ബട്ടണും വേണമെന്ന് പറഞ്ഞ് മനസ്സിലായി. അത് എല്ലാം ഇനിഷ്യലൈസ് ചെയ്തു. ഇനിഷ്യലൈസ് കഴിഞ്ഞ് ഞാൻ റൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കമ്പോണൻസ് കാണാൻ പറ്റിയില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ഞാൻ ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു. ആഡ് എങ്ങനെയാ ചെയ്യുന്നത്, ആഡ് ബ്രാക്കറ്റിനകത്ത് കമ്പോണന്റിന്റെ പേര് പറഞ്ഞു കൊടുക്കുക, L1 T1 B1 L2 T2 എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ സെറ്റ് ബൗൺസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ പറ്റിയാണ്. സെറ്റ് ബൗൺസ് എന്തിനാണ് ചെയ്യുന്നത്, നമുക്ക് ഓരോ കമ്പോണൻസും നമ്മൾ പറയുന്ന സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് സെറ്റ് ബൗൺസ് കൊടുക്കുന്നത്. സെറ്റ് ബൗൺസ് കൊടുക്കണമെങ്കിൽ എന്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കണം, ലേഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം, നൾ ആയിരിക്കണം. ലേഔട്ട് നൾ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളും പഠിച്ചു. അതിനുശേഷം ഞാൻ എന്താണ് പഠിച്ചത്, ആക്ഷൻ ലിസ്ണറിലേക്ക് ബട്ടണിനെ ആഡ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. B1 ഡോട്ട് ആഡ് ആക്ഷൻ ലിസ്ണർ എന്ന് പറഞ്ഞ കാര്യം പഠിച്ചു. അതിനുശേഷം ആക്ഷൻ ലിസ്ണർ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞ് പഠിച്ചു. ഒരു ആക്ഷൻ പെർഫോംഡ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് എഴുതണമെന്ന് ഒരു ഫംഗ്ഷൻ എഴുതണമെന്ന് പറഞ്ഞ് പഠിച്ചു. അതിൻ്റെ അകത്ത് ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ട്രിങ് മേടിച്ചു. ആ സ്ട്രിങ്ങിനെ ഞാൻ T2 എന്ന് പറഞ്ഞൊരു ടെസ്റ്റിലേക്ക് T2ന്റെ ടെക്സ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഞാനാണെങ്കിൽ ഇവിടെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞു കൊടുത്തു. സോ ഇവിടെയും ഹലോ വേൾഡ് വന്നു. ഓക്കെ, ഹലോ വേൾഡ് വന്നു. നൗ ഞാൻ ഇവിടെ ഒരു നമ്പർ ഇൻസേർട്ട് ചെയ്യും. ആ നമ്പറിന്റെ ഫാക്ടോറിയൽ എനിക്ക് T2വിനകത്ത് കൊണ്ടുവരണം. അപ്പൊ ഞാൻ എടുക്കുന്ന ഒരു നമ്പറാണ്. അപ്പൊ നമ്പർ ആണെങ്കിൽ ഇത് T1 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് എന്തായിരിക്കും തരുന്നത്, ഒരു സ്ട്രിങ് ആണ് തരുന്നത്. അപ്പൊ അതിനെ ഞാൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, ഇന്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇന്റീജർ ഡോട്ട് പാഴ്സ് ഇന്റ്. അപ്പോൾ അത് ഒരു ഇന്റീജർ കിട്ടും. ഞാൻ ഇന്റീജർ കിട്ടി. സോ ഇൻ എന്ന് പറയുന്നു. ഇനി എനിക്ക് അതിന്റെ എന്ത് കണ്ടുപിടിക്കണം, ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. സോ ഞാൻ ഇന്റീജർ ഫാക്ട് എന്ന് പറഞ്ഞൊരു സാധനം എടുത്തു. ഫാക്ട് ഈക്വൽ ടു ഇനിഷ്യൽ വാല്യൂ 1 ആയിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഫാക്ടോറിയലിന്റെ കോഡ് ഫോർ ഇന്റ് I ഈക്വൽ ടു 1, I ലെസ് ദാൻ or equal to n I plus plus. ഞാൻ എന്ത് ചെയ്യുക, ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു I. ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു I ചെയ്യുമ്പോൾ ഫാക്ടിൻ്റെ അകത്ത് എനിക്ക് എന്ത് വരും, ഫാക്ടോറിയലിൻ്റെ വാല്യൂ കിട്ടും. ഞാൻ ഇവിടെ ഫാക്ട് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു, നമ്മൾ ഇവിടെ എപ്പോഴും ഒരു സ്ട്രിങ് മാത്രമേ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇപ്പൊ എൻ്റെ കയ്യിലുള്ള റിസൾട്ട് എന്താണ്, ഫാക്ട് ആണ്. ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്, ഫാക്ട് ഈസ് ആൻ ഇൻറ്റീജർ. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആരെയാണ്, സ്ട്രിങ്ങിനെയാണ്. സോ വി നീഡ് ടു കൺവേർട്ട് an integer to string. ഒരു ഇൻറ്റീജറിനെ എനിക്ക് എന്താക്കി മാറ്റണം, തിരിച്ച് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു സ്ട്രിങ്ങിനെ ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്റീജർ ഡോട്ട് പാസ് ഇറ്റ്. അതേപോലെ ഒരു ഇൻറ്റീജറിനെ ഒരു സ്ട്രിങ് ആയിട്ട് യൂസ് ചെയ്യാൻ ടു സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ടു സ്ട്രിങ്, അതായത് ഫാക്ട് ഡോട്ട് ടു സ്ട്രിങ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും, അതെന്ന് പറയുന്നത് ഫാക്റ്റിനെ ഞാൻ എന്താക്കി കൺവേർട്ട് ചെയ്യും, ഒരു ഇൻറ്റീജർ, ഫാക്റ്റിനെ ഞാൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് എന്തിൻ്റെ എക്സാമ്പിൾ, ഒരു ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ട പ്രോഗ്രാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നേരത്തെ പ്രോഗ്രാമിന് ഞാൻ ആകെ ഒരു ആക്ഷൻ പെർഫോംഡിന് മാത്രമേ മാറ്റം വരുത്തിയുള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. ഞാനൊന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. എറർ ഒന്നുമില്ല. ഞാൻ ആപ്പിലെറ്റ് റൺ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ 5 എടുക്കുന്നു. 5ന്റെ ഫാക്ടോറിയൽ എന്താണ്, 120 ആണ്. സോ 120 ആൻസർ കിട്ടി. ഇനി 2ന്റെ ഫാക്ടോറിയൽ എന്താണ്, 2ന്റെ ഫാക്ടോറിയൽ 2 തന്നെയാണ്. 0യുടെ ഫാക്ടോറിയൽ എന്താണ്, 1 ആണ്. സോ 1 കിട്ടി. അപ്പോൾ
6 720 ആണ്. 6 എന്ന് പറയുന്നത് 720 ആണ്. സോ ആൻസർ ഫാക്ടോറിയലിന്റെ